2026 മെയ് 13. സ്ഥലം മണിപ്പൂരിലെ കാങ്പോക്പി ജില്ല. സമയം രാവിലെ 10:30 മണിപ്പൂരിലെ കാങ്പോക്പി ജില്ലയിലെ ടൈഗർ റോഡിനടുത്തുള്ള കോഴ്സിം കോട്ട്ലൻ ഗ്രാമങ്ങൾക്കിടയിലുള്ള കുന്നിൻ പ്രദേശത്തു കൂടിയുള്ള വളവും തിരിവും നിറഞ്ഞ ഹൈവേ. ചുരാചന്ദ്പൂരിൽ യുണൈറ്റഡ് ബാപ്റ്റിസ്റ്റ് കൺവെൻഷൻ നടത്തിയ സഭാ സമാധാന കൂട്ടായ്മ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം കാങ്പോക്പിയിലേക്ക് മടങ്ങുകയായിരുന്നു പാസ്റ്റർമാരായ 3 പേർ. കുക്കി സഭാ നേതാക്കളായ റവറൻഡ് ഡോക്ടർ വുംതാങ് സിറ്റ് ലൗ, റവറൻഡ് കൈഗുലാൻ ലൗവം, പാസ്റ്റർ പകലോൻ സിറ്റ് ലൗ എന്നിവരും മറ്റ് 4 പേരെയും വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം ഹൈവേയിലൂടെ കടന്നു വരുന്നു. പെട്ടെന്ന് സായുധരായ തീവ്രവാദികൾ അവരുടെ വാഹന വ്യൂഹത്തിന് നേരെ പതിയിരുന്ന് ആക്രമണം നടത്തി. തലങ്ങും വിലങ്ങും വെടിയുതിർത്ത് അവർ മറഞ്ഞു. വാഹനത്തിലിരുന്ന തൗഡ ബാപ്റ്റിസ്റ്റ് അസോസിയേഷനിലെ 3 ട്രൈബൽ ചർച്ച് പാസ്റ്റർമാർ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അവരെ ഇംഫാലിലെ ഷിജ ആശുപത്രിയിലേക്ക് മാറ്റി. മെയ് 13 നടന്ന സായുധ ആക്രമണത്തിൽ ചുരാചന്ദ്പൂരിലെ സമാധാന സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ സഭാ നേതാക്കൾ സഞ്ചരിച്ചിരുന്ന 2 വാഹനങ്ങൾക്ക് നേരെ ഏകദേശം 10 ആയുധധാരികൾ ഓട്ടോമാറ്റിക് ആയുധങ്ങൾ ഉപയോഗിച്ചാണ് വെടിയുതിർത്തതെന്ന വിവരം പിന്നീട് ലഭ്യമായി. ഈ സംഭവങ്ങൾക്ക് ശേഷം മണിപ്പൂരിലെ നിരവധി ജില്ലകളിലായി പ്രതികാര നടപടികളുടെ ഭാഗമായി സായുധ സംഘങ്ങൾക്കിടയിൽ തട്ടിക്കൊണ്ടുപോകലിൻ്റെയും ബന്ദികളാക്കലിൻ്റെയും ഒരു തരംഗമായിരുന്നു. ഈ സംഭവത്തോടെ സംസ്ഥാന വ്യാപകമായി ഗോത്ര സമൂഹങ്ങളിൽ കനത്ത പരിഭ്രാന്തിയും രോഷവും നിറഞ്ഞു. ജനം സ്വമേധയാ പ്രതിഷേധങ്ങൾക്കും ഹൈവേ ഉപരോധങ്ങൾക്കും മുന്നിട്ടിറങ്ങി. കുക്കി, തങ്കുൽ, നാഗ സമുദായങ്ങൾക്കിടയിൽ അനുരഞ്ജനത്തിൻ്റെ ഒരു പാത ഒരുക്കുന്നതിനായി നാഗാലാൻഡിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ നയിച്ച റവറൻഡ് ഡോക്ടർ സിറ്റ് ലൗ സമാധാനത്തിനായി വാദിച്ച ആളായിരുന്നു. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ റവറൻഡ് സിറ്റ് ലൗവിന് ശ്രദ്ധേയമായ പങ്കുണ്ടായിരുന്നു. മണിപ്പൂർ മുഖ്യമന്ത്രി വൈ കെം ചന്ദ് സിംഗ് ഉടൻ തന്നെ സംഭവത്തെ അപലപിക്കുകയും നീതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അക്രമത്തെ അഗാധമായ അസ്വസ്ഥതയും വിനാശകരവും എന്ന് വിശേഷിപ്പിച്ചു. സ്ഥിരതയിലേക്കുള്ള മണിപ്പൂരിൻ്റെ മന്ദഗതിയിലുള്ള നീക്കത്തിന് ഇത് ഭീഷണിയാണെന്ന് മുന്നറിയിപ്പ് നൽകി. പതിയിരുന്നുള്ള ഈ ആക്രമണത്തെ അദ്ദേഹം അർത്ഥശൂന്യമായ അക്രമം എന്ന് അപലപിച്ചു. എന്ത് വില കൊടുത്തും കുറ്റവാളികളെ നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. 2021 മെയ് മാസത്തിൽ തുടങ്ങിയ മണിപ്പൂരിലെ മെയ്തി ഭൂരിപക്ഷ വിഭാഗവും കുക്കി ഗോത്ര സമൂഹവും തമ്മിൽ ആരംഭിച്ച വംശീയ ആക്രമത്തിൽ ഇതുവരെ 258-ലധികം പേർ കൊല്ലപ്പെടുകയും 60,000-ലധികം ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്തു. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ താഴ്വര ആസ്ഥാനമായുള്ള മെയ്തി വിമത ഗ്രൂപ്പുകളുമായി സഹകരിച്ച് ഒരു നാഗ തീവ്രവാദ വിഭാഗമാണോ ആക്രമണം നടത്തിയതെന്ന് കുക്കി സംഘടനകൾക്ക് സംശയമുണ്ട്. മണിപ്പൂരിലെ സംഘർഷ മേഖലയിൽ 3 പ്രധാന വംശീയ വിഭാഗങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്: മെയ്തെയ്, നാഗാസ്, കുക്കി സമുദായങ്ങൾ. ഈ 3 ഗ്രൂപ്പുകൾ പ്രധാനമായും വ്യത്യസ്ത മേഖലകളിലാണ് താമസിക്കുന്നത്. അവിടെ ഓരോന്നും പ്രാദേശിക ഭൂരിപക്ഷമാണ്. 2023 മെയ് 3 പൊട്ടിപ്പുറപ്പെട്ട വംശീയ ആക്രമണത്തെ തുടർന്ന് മെയ്തെയ്, കുക്കി സമുദായങ്ങൾക്കിടയിൽ നിരന്തരമായ സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് കൊലപാതകം നടന്നത്. മെയ്തെയ്, കുക്കി പ്രദേശങ്ങളെ വേർതിരിക്കുന്ന സർക്കാർ ഏർപ്പെടുത്തുന്ന ബഫർ സോണുകൾ ആക്രമണം ആരംഭിച്ച് 3 വർഷത്തിന് ശേഷവും നിലവിലുണ്ട്. എന്നാൽ ഭൂമി, പ്രാദേശിക അവകാശങ്ങൾ സംബന്ധിച്ച ചില നാഗ, കുക്കി ഗ്രൂപ്പുകൾക്കിടയിൽ സമീപകാലത്ത് സംഘർഷങ്ങൾ വർദ്ധിച്ചു വന്നിരുന്നു. മെയ് 13 3 പാസ്റ്റർമാർ കൊല്ലപ്പെട്ട കാങ്പോക്പി ജില്ലയിലെ കോഴ്സിം കോട്ട്ലൻ ഗ്രാമങ്ങൾക്കിടയിലാണ് പതിയിരുന്ന് ആക്രമണം നടന്ന സ്ഥലം. നാഗ, കുക്കി ഗ്രൂപ്പുകളുടെ തർക്കം നിലനിൽക്കുന്ന പ്രദേശമാണ് ഈ സ്ഥലം. കുക്കി ഭൂരിപക്ഷ മേഖലയായ ചുരാചന്ദ്പൂർ ജില്ലയിലെ യുണൈറ്റഡ് ബാപ്റ്റിസ്റ്റ് ചർച്ച് കോൺഫറൻസിൽ നിന്ന് മറ്റൊരു കുക്കി ഭൂരിപക്ഷ പ്രദേശമായ കാങ്പോക്പി ജില്ലയിലേക്ക് മടങ്ങുകയായിരുന്നു കൊല്ലപ്പെട്ട പാസ്റ്റർമാർ. മണിപ്പൂർ ബാപ്റ്റിസ്റ്റ് കൺവെൻഷൻ്റെ മുൻ ജനറൽ സെക്രട്ടറി റവറൻഡ് വുംതാങ് സിറ്റ് ലൗ, റവറൻഡ് കൈഗുലൈൻ, പാസ്റ്റർ പയോഗലൈൻ എന്നിവരാണ് മരിച്ചത്. മണിപ്പൂരിലെ വളരെ പ്രധാനപ്പെട്ടതും സെൻസിറ്റീവായതുമായ ഒരു സ്ഥാനമാണ് റവറൻഡ് സിറ്റ് ലൗ വഹിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ റോങ്മൈ നാഗ സമുദായത്തിൽപ്പെട്ടയാളായിരുന്നു. കൂടാതെ രണ്ട് സമുദായങ്ങളിലെയും വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ തുടരുന്നതിനിടയിൽ
തങ്ഫുൽ നാക്ക, കുക്കി ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന സമാധാന ദൗത്യങ്ങളിൽ അദ്ദേഹം അടുത്തിടെ പങ്കെടുത്തിരുന്നു. ഉപമുഖ്യമന്ത്രി ദിഖോ ഉൾപ്പെടെ മണിപ്പൂർ നിയമസഭയിൽ 9 നാഗ നിയമസഭാംഗങ്ങളുണ്ട്. നാഗ ലെജിസ്ലേച്ചർ ഫോറം വഴി സംയുക്തമായി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അക്രമികളെ ഉടൻ തിരിച്ചറിഞ്ഞ് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ പ്രധാന നാഗ സിവിൽ സൊസൈറ്റി സംഘടനകളിലൊന്നായ യുണൈറ്റഡ് നാഗ കൗൺസിലും ഈ പതിയെ നിന്നുള്ള ആക്രമണത്തെ അപലപിച്ചു. മണിപ്പൂരിൽ അക്രമങ്ങളും കലാപങ്ങളും വീണ്ടും തുടക്കമാവുകയാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിലെ മലമടക്കുകളിൽ പള്ളിമണികൾ വിലാപത്തിൻ്റെ ഭാഗമായി മുഴങ്ങിക്കൊണ്ടിരുന്നു. 3 വർഷത്തെ നിരന്തരമായ ആക്രമം, കുടിയിറക്കം, അവിശ്വാസം എന്നിവയാൽ തളർന്നുപോയ ഗോത്ര ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ ഈ 3 പാസ്റ്റർമാരുടെയും മരണം ദുഃഖവും രോക്ഷവും ഉളവാക്കി. പാസ്റ്റർമാർ ഒരു ക്രിസ്ത്യൻ സമ്മേളനത്തിൽ അനുരഞ്ജനത്തിനായി അവസാന മണിക്കൂറുകൾ ചെലവഴിച്ചതിന് ശേഷം പാസ്റ്റർമാർക്കെതിരായ ആക്രമണം മാത്രമല്ല, പ്രത്യാശയ്ക്ക് നേരെയുള്ള ആക്രമണം പോലെയാണ് തോന്നിയതെന്ന് സഭാംഗങ്ങൾ പറഞ്ഞു. മണിപ്പൂരിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയ്ക്കിടയിൽ വിവിധ ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ശക്തിയാർജിച്ചു. ബാംഗ്ലൂരിലെ സഭാ നേതാക്കൾ നാഷണൽ ഫെഡറേഷൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ NFCI എന്ന സംഘടനയ്ക്ക് തുടക്കമിട്ടു. റോമൻ കത്തോലിക്ക, ഇവാഞ്ചലിക്കൽ, പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങൾ വരെ കൈകോർക്കുന്ന വിശാലമായ എക്യൂമെനിക്കൽ പ്ലാറ്റ്ഫോമാണിത്. വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ, പാസ്റ്റർമാർക്കെതിരായ അക്രമങ്ങൾ, മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ, ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കുമേലുള്ള സമ്മർദ്ദം എന്നിവയാണ് ഒരു എക്യൂമെനിക്കൽ പ്ലാറ്റ്ഫോമിൻ്റെ അടിയന്തര ആവശ്യകത സൃഷ്ടിച്ചത്. ഹിന്ദുക്കളായ മെയ്തി സമൂഹവും ക്രിസ്ത്യാനികളായ കുക്കീസ് ഗോത്രങ്ങളും തമ്മിൽ 2023 പൊട്ടിപ്പുറപ്പെട്ട മണിപ്പൂർ സംഘർഷം പിന്നീട് നാഗ ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന സംഘർഷങ്ങളായി മാറി. ഗ്രാമങ്ങൾ ഒഴിപ്പിക്കപ്പെട്ടു, പള്ളികൾ കത്തിച്ചു, കുടുംബങ്ങളെ മാറ്റിപ്പറപ്പിക്കേണ്ടി വന്നു. ആ ഭിന്നതകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു സിറ്റ് ലവ് കുക്കി. കുക്കി നാഗ ക്രിസ്ത്യാനികൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. ഒരേ വിശ്വാസമുള്ള 2 സമൂഹങ്ങൾ എന്ന നിലയിൽ കാര്യങ്ങളെ കണ്ടു. എന്നാൽ വംശീയ സംശയവും പരസ്പര വിരുദ്ധമായ രാഷ്ട്രീയ ആവശ്യങ്ങളും കാരണം ഇവർ കൂടുതൽ വേർപിരിഞ്ഞു. ചുരാചന്ദ്പൂരിലെയും കാങ്പോപിയിലെയും പള്ളികൾക്ക് പുറത്ത് വിശ്വാസികൾ മൗനജാഥ നടത്തി. ചിലർ മെഴുകുതിരികൾ പിടിച്ചു, ചിലർക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം നിശബ്ദമായി കരഞ്ഞു. അന്വേഷണങ്ങളും ആരോപണങ്ങളും ഉയരുമ്പോൾ 3 കൊലപാതകങ്ങൾ ദുർബലമായ സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന വലിയ ഭയമാണ് നാട്ടുകാർക്കുള്ളത്. മണിപ്പൂരിൽ സമാധാനവും സന്തോഷവും പുലരട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും ഒരു പുതിയ വിഷയവുമായി കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.